വീഡിയോ കാണുന്ന പലർക്കും അറിയാം എന്താണ് പഠിക്കേണ്ടതെന്ന്. ആക്ച്വലി പഠിക്കേണ്ടത് ഒരു ഡയമണ്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ഡയമണ്ടിലേക്ക് എത്തിപ്പെടുന്ന അല്ലെങ്കിൽ എത്തിക്കുന്ന കീ ആണ് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായി ഈ ഒരു വളരെ ചുരുങ്ങിയ 35 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അതിന് എന്ത് ടാക്ടിക്സ് ഇവിടെയാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള ഒരു ടാക്ടിക്സാണ്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, ഒത്തിരി ഹാപ്പിയാണ്. ബിക്കോസ് ഈ റീസെൻ്റായിട്ട് ഞങ്ങൾക്ക് വന്ന കുറച്ച് അധികം ഫീഡ്ബാക്സുകളാണ്. ഈ ഇടയ്ക്ക് സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻസ് എക്സാം, ഒപ്പം തന്നെ ലാബസിൻ്റെ എക്സാം, ഡിഗ്രി പ്രിലിംസ് എക്സാം, ഈ 3 എക്സാമുകൾ കഴിഞ്ഞാൽ ഇതിനുശേഷം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു അവരുടെ സന്തോഷം പങ്കുവയ്ക്കാൻ. കാര്യം ഒരുപാട് നാളായി അവർ PSC പ്രിപ്പയർ ചെയ്യുന്നു. സോ ഈ റീസെൻ്റായിട്ട് നടന്ന ഈ എക്സാമുകളാണ് ഏറ്റവും കൂടുതൽ അവർക്ക് കോൺഫിഡൻസ് നൽകി, അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ അവർക്ക് എഴുതാൻ സാധിച്ചത്. അതിനൊരു റീസൺ ഞങ്ങളായിരുന്നു. ബിക്കോസ് ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് ഒരു എക്സാം, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇത്രയും നാളും ഡിഗ്രി എക്സാം, സ്കൂൾ കാലഘട്ടത്തിലെ എക്സാമുകൾ മാത്രം അറ്റൻഡ് ചെയ്ത് വന്നവർക്ക് അതേ രീതിയിൽ പ്രിപ്പറേഷനാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെന്ന് മാത്രം വിചാരിച്ചു വരുന്നവരാണ്. സോ അവർക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യേണ്ടത്, എന്താണ് പ്രാക്ടീസിൻ്റെ ഇമ്പോർട്ടൻസ്, എന്താണ് ടൈം മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ്, എക്സ്ട്രീം വേർഡ്സുകളുടെ ഐഡൻറ്റിഫിക്കേഷൻ തുടങ്ങിയ പുതിയ പുതിയ ടെക്നിക്സുകൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. സോ ആ ഒരു സന്തോഷത്തോടൊപ്പം തന്നെ ഇത് വളരെ വലിയൊരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി കൂടി ഞങ്ങൾക്ക് തരികയാണ്. ബിക്കോസ് ഇനി വരുന്ന എക്സാം ആ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയാണ് ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൂടി ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ബിക്കോസ് ഇനി വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാനാണ്. ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടും ഒരു കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനും എക്സാം സീരീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എക്സാം സീരീസ് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്ത ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. ഇപ്പോൾ ഏകദേശം 5 ബാച്ചുകളോളം അസിസ്റ്റൻറ്റ് സെയിൽസ്മാരെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ഞങ്ങളുടെ കോഴ്സ് ഫോളോ ചെയ്യുന്നവർ മാത്രമല്ല, അല്ലാതെ ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാം എന്താണ് പഠിക്കേണ്ടതെന്ന്. ആക്ച്വലി പഠിക്കേണ്ടത് ഒരു ഡയമണ്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ഡയമണ്ടിലേക്ക് എത്തിപ്പെടുന്ന അല്ലെങ്കിൽ എത്തിക്കുന്ന കീ ആണ് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഇതാണ് പലർക്കും മിസ്സാവുന്നത്. കാര്യം അവർക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പഠിക്കേണ്ടത്. ഒരു സിലബസ് എടുത്തു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഏതൊക്കെയാണ്, അത് എവിടെ നിന്നൊക്കെ പഠിക്കണം എന്നെല്ലാം അറിയാമായിരിക്കും. പക്ഷേ ഇനിയുള്ള ഈ ഒരു ടൈം ഫ്രെയിം, അല്ലെങ്കിൽ വളരെ ഷോർട്ട് ഡ്യൂറേഷൻ ആയിട്ടുള്ള ഒരു ടൈം ഫ്രെയിം എങ്ങനെ മാനേജ് ചെയ്യണം, ഈ ഒരു ടോപ്പിക്കുകൾ എങ്ങനെ എത്ര എളുപ്പത്തിൽ കവർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികൾക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യം. അപ്പോൾ അത് ഒന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, ഇനി പഴയ പോലെ ജസ്റ്റ് വായിച്ച് പോവുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ച പോർഷൻസ് ഒന്നുകൂടെ ഒന്ന് മറിച്ച് നോക്കുക, ഈ ഒരു ട്രാക്ക് മാത്രം ഫോളോ ചെയ്യാൻ പാടില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പഠനത്തിൻ്റെ ട്രാക്ക് മാറ്റണം. വളരെ ലിമിറ്റഡ് ഡ്യൂറേഷൻ ഓഫ് ടൈമാണ് നമുക്കിനിയുള്ളത്. ആ ഒരു ടൈമിനുള്ളിൽ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം, സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ റിവിഷനും നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. സോ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായി ഈ ഒരു വളരെ ചുരുങ്ങിയ 35 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അതിനെന്താണ് ഉപയോഗിക്കേണ്ടത്, എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് സിലബസ് ഒന്ന് പരിചയപ്പെടുത്തരാം. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നൊരു ഫാക്റ്റാണ്. കാര്യം നമ്മുടെ സിലബസിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഒപ്പം തന്നെ സിലബസിലെ ഓരോ ടോപ്പിക്കും എവിടെ നിന്നാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, എക്കണോമിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ SCERTയിൽ റിലേറ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ്. എന്നാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പോർഷൻ SCERTയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. എന്ത് വേണം, റാങ്ക് ഫെയിലിലെ ഫാക്ട്സുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം SCERTയിൽ അധികം കാര്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, റാങ്ക് ഫെയിലിലെ ഫാക്റ്റുകളും പഠിക്കണം. ഇനി ഈ പറയുന്ന പോലെ ജോഗ്രഫി പോർഷൻ എടുത്തു കഴിഞ്ഞാലും ഇതേ സീനുണ്ട്. ജോഗ്രഫി പോർഷൻ വരുമ്പോഴത്തേക്കും SCERTയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ SCERTയിൽ തന്നെ ആവശ്യത്തിലധികം കണ്ടന്റുകളുണ്ട്, SCERTയിൽ റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഹിസ്റ്ററി വരുമ്പോൾ PYQ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എക്കണോമിക്സ് വരുമ്പോൾ PYQ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം PYQയിൽ നമുക്ക് എക്കണോമിക്സിലെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസുകൾ കൃത്യമായി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബഡ്ജറ്റിൽ നിന്ന് വരുന്ന, നാഷണൽ ഇൻകത്തിൽ നിന്ന് വരുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ മേഖലകളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മളെ കൂടുതൽ സഹായിക്കുന്നത് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി കേരള ഭരണവും ഭരണ സംവിധാനങ്ങൾ, കേരള ഗവർണൻസിൻ്റെ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ കേരള സ്റ്റേറ്റിൻ്റെ വെബ്സൈറ്റുകളുണ്ട്, റാങ്ക് ഫെയിലുകളുണ്ട്, SCERTയിൽ മിനിമം കണ്ടന്റുകളേ ഉള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ്, റാങ്ക് ഫെയിലിനെ റിലേറ്റ് ചെയ്ത് പഠിക്കണം, വെബ്സൈറ്റുകൾ, ഗവൺമെൻറ് വെബ്സൈറ്റുകളെ റിലേറ്റ് ചെയ്യണം, ഒപ്പം തന്നെ എന്താണ് SCERTയിലും അതിൽ വളരെ ചുരുക്കം ചില കണ്ടന്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി സയൻസ് പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇത് ഫുള്ളി SCERTയിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫുള്ളി SCERTയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് സയൻസ് എന്ന് പറയുന്നത്. എന്നാൽ കലാ, സാഹിത്യം, സംസ്കാരം തുടങ്ങിയത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക, കറണ്ട് അഫേഴ്സ് ഫാക്ട്സുകൾ റെഫർ ചെയ്യുക, അങ്ങനെയാണ് ആ ഒരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യേണ്ടത്. കമ്പ്യൂട്ടറിനെ നോക്കി കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സിനാരിയോ നമുക്കാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കവർ ചെയ്താൽ തന്നെ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി സുപ്രധാന നിയമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ടോപ്പിക് വൈസ് ആയിട്ട് സുപ്രധാന നിയമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ബെയർ ആക്ട് അതുപോലെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ സുപ്രധാന നിയമങ്ങളിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ആനുകാലിക വിഷയങ്ങൾ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ്, വളരെ ബുദ്ധിമുട്ടേറിയ പ്രോസസ്സ് എന്ന് പലരും കരുതുന്ന ഒരു കാര്യമാണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ആക്ച്വലി കറണ്ട് അഫേഴ്സ് അങ്ങനെയല്ല. കറണ്ട് അഫേഴ്സ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സിനെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് തിരിക്കുക. കറണ്ട് അഫേഴ്സിനെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് തിരിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് അഫേഴ്സിൽ ഇപ്പോൾ വേൾഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നോബൽ സമ്മാനങ്ങൾ, ഫിലിം അവാർഡ്സുകൾ, ഓസ്കാർ അവാർഡ്സ്, വേൾഡ് ഗെയിംസ്,
സോ അങ്ങനെ പിന്നെ വേൾഡിൽ റീസെൻ്റ് ആയിട്ട് നടന്ന അപ്പോയിൻമെൻറ്റ്സ്, വേൾഡ് ലെവലിൽ അപ്പോയിൻമെൻറ്റ്സ്, ഇന്ന് ഈ നാഷണൽ ലെവലിൽ വരുമ്പോഴത്തേക്കും ഇതേ കാര്യങ്ങളുണ്ട്. നാഷണൽ ഗെയിംസ് ഉണ്ട്, അപ്പോയിൻമെൻറ്റ്സ്, മേജർ അപ്പോയിൻമെൻറ്റ്സുകളുണ്ട്, പിന്നെ മേജർ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട ഈവൻറ്റ്സ് ഉണ്ട്, സാഹിത്യവുമായി ബന്ധപ്പെട്ട ഈവൻറ്റ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ട് തിരിച്ച് വേണം എന്ത് ചെയ്യാൻ, കറണ്ട് അഫേഴ്സ് പഠിക്കാൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ടോപ്പിക്കുകൾ ഏതെന്ന് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ റെഫർ ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വീഡിയോയിൽ വെറുതെ എന്ത് ചെയ്യുന്നില്ല, ആ ഫാക്ട്സുകൾ പറഞ്ഞു പോകുന്നില്ല. ഇനി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഇനി അപ്പോൾ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പറയുന്നത് ബാക്കിയുള്ളവർ പറയുന്നതിൽ വ്യത്യാസമില്ലല്ലോ, ഇതെങ്ങനെയാണ് ഇതെല്ലാം പഠിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിൽ ഇത് എങ്ങനെയാണ് പഠിക്കണം? സോ ഇതിനൊരു ടാക്ടിക്സ് ഉണ്ട്. ഇതിന് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ പഠിക്കേണ്ടത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ SCRT പഠിക്കണം എന്ന് പറഞ്ഞു, നിങ്ങൾക്കറിയാം 5 മുതൽ 10 വരെയുള്ള SCRT ചാപ്റ്റേഴ്സ് പഠിക്കണം. അതിൽ തന്നെ നമുക്ക് റീസെൻ്റ് ആയിട്ട് 7, 9 ക്ലാസ്സുകളിൽ ടെക്സ്റ്റ് മാറിയിട്ടുണ്ട്. ആ ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സ് പഠിക്കണം. ആ ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സൊക്കെ ഞങ്ങൾ ടെസ്റ്റ് സീരീസിൽ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് മാറിയ കാര്യങ്ങൾ അത് ഞങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന പോലെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ടോപ്പിക് വൈസ് ടെസ്റ്റിൽ ഞങ്ങളത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാര്യം അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് കണക്കിലെടുത്തുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ടോപ്പിക് വൈസ് ടെസ്റ്റിൽ അതിലെ ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മറ്റേത് നേരത്തെ മാറിയ ടെസ്റ്റൊക്കെ അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ചാപ്റ്റർ വൈസ് എക്സാംസ് ആയിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ നിങ്ങൾ അതിന് ചോദ്യങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ SCRT എങ്ങനെ പഠിക്കണം, ബാക്കിയുള്ള റാങ്ക് ഫെയിൽ ഫാക്ട്സ് ഒക്കെ എങ്ങനെ എളുപ്പത്തിൽ ഈ ഒരു ടൈം ഫ്രെയിമിൽ പഠിക്കാമെന്ന് പറയാം. അതാണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ടൈം ഫ്രെയിമിൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ദിവസം ഇപ്പോൾ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ പഠിക്കണമെന്ന് കണക്ക് കൂട്ടുകയാണെന്ന് വിചാരിച്ചത്, നിങ്ങൾ പഠിക്കുന്ന ഒരു 5 പേജ് ഒരു 20 മിനിറ്റ്സോ 30 മിനിറ്റ്സോ എടുത്ത് നിങ്ങൾ പഠിച്ചു എന്ന് കരുതുക. ഓക്കെ, ഈ പഠിച്ച കാര്യങ്ങൾ ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് എടുത്തിട്ട് നിങ്ങളൊരു പേപ്പറിലേക്ക് എന്ത് ചെയ്യുക, ഓർക്കുന്നത് വേർഡ്സ് ആയിട്ട് എഴുതുക. ഒരു ഫ്ലോ ചാർട്ട് പോലെ എഴുതി പോവുക. അപ്പോൾ എഴുതി പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾ ഇത്രയും 30 മിനിറ്റ് എടുത്ത് പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്ത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ ഇതൊരു റിവിഷൻ ടാക്ടിക്സ് ഇവിടെയാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള ഒരു ടാക്ടിക്സാണ്. എന്നാൽ ആക്ച്വലി റിവിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ മാത്രം ചെയ്യുന്നതിലൂടെ ഒതുങ്ങുന്നില്ല. പക്ഷേ ഇത് വളരെ ടൈം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് സ്പീഡപ്പ് ആവും. നിങ്ങൾക്കൊരു ഗെയിം ചെയ്യുന്ന പോലെ എന്ത് ചെയ്യും, ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഈ പേജുകൾ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഒപ്പം തന്നെ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ 2-3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെസ്റ്റ് എടുക്കുക. ഇപ്പോൾ ഒരു ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിലാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ചാപ്റ്ററിനെയും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ചിലത് കമ്പൈൻ ടെസ്റ്റുകളാണ്, അതായത് 2-3 ചാപ്റ്റേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകളാണ്. അങ്ങനെ 75ഓളം ടെസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളെ ബേസ് ചെയ്തിട്ടുള്ള കാര്യം. നമ്മുടെ സിലബസ് പ്രകാരം ഈ ചാപ്റ്റേഴ്സുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ചാപ്റ്റർ വൈസുള്ള എക്സാംസുകൾ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓവറോൾ എന്ത് ചെയ്യാം, ആ ഒരു ചാപ്റ്റേഴ്സിനെ ഒന്ന് റിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ റിവിഷൻ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മനസ്സിലാവും. ഓരോ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മനസ്സിലാവും. ഓരോ ടോപ്പിക്കിൽ നിന്നും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാമെന്ന് മനസ്സിലാവും. ഏതൊക്കെ രീതിയിൽ ഒരു ഫാക്ടിനെ ചോദ്യങ്ങളായിട്ട് ചോദിക്കാം, കൃത്യമായി ടൈം മാനേജ് ചെയ്ത് ഒരു എക്സാം എങ്ങനെ എഴുതാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, SCRTയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ടോ നമ്മുടെ സിലബസ്? ഇല്ല. അപ്പോൾ SCRTക്ക് പുറത്തുനിന്നുള്ള കാര്യങ്ങൾ പഠിക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റാങ്ക് ഫെയിലിലെ ഫാക്ട്സും ആഡ് ഓൺ ഫാക്ട്സും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ചേഞ്ച് ഉണ്ടായ ടെസ്റ്റുകളുണ്ട്. വളരെ റീസെൻ്റ് ആയിട്ട് കുറച്ച് ടെസ്റ്റ് മാറിയാലും അപ്പോൾ അതിലെ ഫാക്ട്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ടോപ്പിക് വൈസ് എക്സാംസുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പിക് വൈസ് എക്സാംസുകളും കൂടെ കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ഫുള്ളി SCRTയും ഒപ്പം തന്നെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്, സിലബസിലെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ രീതിയിൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ സെക്ഷൻസിൻ്റെയും എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് പോവുക. ഓക്കെ, അങ്ങനെ അറ്റൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് കൃത്യമായി സിലബസിനെ കുറിച്ച് ധാരണ ഉണ്ടാവും. ഏതൊക്കെ പോർഷൻ ഞങ്ങൾ പഠിച്ചു, ഏതൊക്കെ പോർഷൻ നിങ്ങൾ സ്ട്രോങ് ആണ്, ഏതൊക്കെ പോർഷൻ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ പോർഷനാണ് വർക്കൗട്ട് ചെയ്യുമ്പോൾ വീക്ക് ആയിട്ടുള്ളത്, അത് റിവിഷൻ ചെയ്യണം. അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ മിസ്സായ പോർഷൻസ് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള പോർഷൻസ് ഏതാണ്. അപ്പോൾ ഇതൊന്നും തപ്പി നിൽക്കാൻ അല്ലെങ്കിൽ തപ്പി എടുക്കാനുള്ളൊരു സമയം നിങ്ങൾക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ടെസ്റ്റുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളുടെതെന്നല്ല, ഏതൊരു പ്ലാറ്റ്ഫോമിൻ്റെയും നല്ല ടെസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടെത്തി വർക്കൗട്ട് ചെയ്യുക. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ, വളരെ പരിമിതമാണ്. നമുക്ക് ഈ ഒരു ടൈം ഫ്രെയിമിൽ കണ്ടെത്തിയെടുക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ PSC മാറിക്കൊണ്ടിരിക്കണം. ആ മാറ്റം അനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പിക്കുകൾ അപ്ഡേറ്റ് ആവണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങളുടെ ഫുൾ ടെസ്റ്റ് പോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമുകളനുസരിച്ച് ഞങ്ങൾ ആ ഒരു ടോപ്പിക്കുകളിൽ അറേഞ്ച്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. കാര്യം റീസെൻറ്റ് ട്രെൻഡിനനുസരിച്ചുള്ള ടോപ്പിക്കുകളിൽ നിന്ന് ആയിരിക്കും ചെയ്യുക ഫുൾ ടെസ്റ്റിലേക്ക് ചോദ്യങ്ങൾ വരാം. ഇനി കറണ്ട് അഫേഴ്സ് ടെസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, കറണ്ട് അഫേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്നാൽ ഞങ്ങളുടെ ടെസ്റ്റിലാണെങ്കിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഏതൊക്കെ മേഖലകളിൽ നിന്ന് ചോദ്യങ്ങൾ വരും എന്നൊക്കെ ഒരു ഐഡിയ കിട്ടാൻ നിങ്ങൾക്ക് എന്താണ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ബെനിഫിറ്റാണ്. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൻ്റെ കേസ് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഞങ്ങളുടെ ടെസ്റ്റ് സീരീസ് തന്നെ വർക്കൗട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഏറ്റവും കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം സ്ട്രോങ് ആക്കാൻ പറ്റും. അങ്ങനെ ആ രീതിയിൽ ഇനിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ റിവിഷൻ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. പഠിക്കുന്നത് എത്രത്തോളം ഉണ്ടെന്നുള്ളതിൽ കാര്യമില്ല, പഠിക്കുന്നത് എത്രത്തോളം നമുക്ക് പരീക്ഷയ്ക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ പരീക്ഷയ്ക്ക് എത്രത്തോളം നമ്മൾ ഓർത്തെടുക്കുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ആ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക, റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക.
ഇനിയും ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് സംശയങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളും ഡൗട്ട്സുകളും എല്ലാം ഞങ്ങളോട് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കമൻറ്റായിട്ട് ഇടാം. കമൻറ്റിന് എല്ലാ കമൻറ്റും ഞങ്ങൾ റിപ്ലൈ കൊടുക്കുന്നതാണ്. നിങ്ങളുടെ എന്ത് ഡൗട്ടും, ഇപ്പോൾ ഈ ഒരു എക്സാം അല്ല, ഇനി വരാൻ പോകുന്ന എക്സാമിനെ കുറിച്ചാണെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾ റിപ്ലൈ കൊടുത്ത് തരും. ഇനി ടെലഗ്രാമിലാണെങ്കിൽ നമ്മുടെ അഡ്മിനെ കോൺടാക്ട് ചെയ്യുക. ടെലഗ്രാമിൽ കോൺടാക്റ്റേഴ്സ് എന്നൊരു നീല കളറിൽ എഴുതിയിട്ടുണ്ടാവും. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിനും റിപ്ലൈ തരും. ഇനി അതുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളുടെ ഈ നമ്പറിൽ വിളിച്ച് എൻക്വയറി നടത്താവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഏത് സംശയമാണെങ്കിലും നിങ്ങൾക്ക് എന്താ ചെയ്യുക, ഫ്രീ ആയിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാം. ഇനി അത് പറയാൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. ബിക്കോസ് ഇപ്പം പലരും ഒറ്റയ്ക്കൊക്കെ പഠിക്കുന്നവരാണ്. ഈ ഒറ്റയ്ക്ക് പഠിക്കുന്നവർക്ക് ഈ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിനെ പെട്ടെന്ന് അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാത്തവരാണ്. വീട്ടിലൊക്കെ ഒതുങ്ങിക്കൂടി പഠിക്കുന്നവർ, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുക്കുന്നവർക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് വലിയൊരു സർക്കിൾ ഒന്നും ഇല്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു മെൻറ്റർഷിപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളോട് ചോദിക്കാം. ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, പലരും പറയുന്നു ഇത്രയും നാൾ പഠിച്ചു അല്ലെങ്കിൽ ഇത്ര എക്സാം എഴുതി ഒന്നും ഇങ്ങോട്ട് പ്രിലിംസ് ക്ലിയർ ആവുന്നു, മെയിൻസ് ക്ലിയർ ആവുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ആക്ച്വലി അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എല്ലാവരും പഠിക്കുന്ന പോലെ ജസ്റ്റ് പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. എല്ലാവരും പഠിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായി നമ്മളൊരു എഫേർട്ട് കൊടുത്താലേ നമുക്ക് മുന്നിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും പഠിക്കുന്ന ട്രാക്കിൽ പഠിച്ചിട്ട് കാര്യമില്ല. കുറച്ചൊന്ന് ഡിഫറൻ്റ് ആയിട്ട് ഒരു എഫേർട്ട് കൊടുക്കണം. ആ എഫേർട്ട് എന്തിൽ കൊടുക്കണം, നമ്മുടെ റിവിഷനിൽ കൊടുക്കണം. മാക്സിമം എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, പരീക്ഷകൾ എഴുതി പഠിക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന പല രീതിയിൽ നമുക്ക് റിവിഷൻ ചെയ്യാം. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ വായിച്ചതിന് ശേഷം നോട്ട്സുകൾ ചെറിയ നോട്ട്സായിട്ട് എഴുതുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് റിവിഷൻ ചെയ്യാം. അങ്ങനെ ആ രീതിയിൽ ഏത് രീതിയിലാണെങ്കിലും ഇപ്പം ഞങ്ങൾ ഇത് ടെസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ടെസ്റ്റ് സീരീസ് ഫോക്കസ് ചെയ്യണം. അങ്ങനെയല്ല, ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ടിനോടൊപ്പം റിവിഷൻ, പഠിത്തത്തോടൊപ്പം എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. ഏത് പ്ലാറ്റ്ഫോമിലും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. സോ വൺസ് അഗെയിൻ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കാം, ഞങ്ങൾ അഡ്മിനൻസിനോട് ചോദിക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഹെൽപ്പ് ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. സോ വൺസ് അഗെയിൻ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, അതിനേക്കാൾ മികച്ച രീതിയിൽ റിവിഷൻ ചെയ്യുക. താങ്ക് യു ഓൾ.